ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാരറ്റും ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആണ് കേട്ടോ നമ്മുടെ കേക്ക്. നമുക്കെന്നാൽ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം ഞാനിതാ അരക്കപ്പ് പഞ്ചസാരനെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് 2-3 കറാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതാ കുറച്ച് ഈത്തപ്പഴത്തിനേക്ക് ഒന്ന് കുരുകളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്യാരറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദനെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് ഞാനിതാ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് എല്ലാം കൂടി ഇട്ട് നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം. അങ്ങനെ മൈദനൊക്കെ ഞാനിതാ 2-3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് തരികളൊക്കെ ഒന്ന് പോവാനാണ് കേട്ടോ ഇത് അരിച്ചെടുത്തത്. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തു. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്താണ് കേട്ടോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാം നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ അത് ചേർത്ത് കൊടുക്കാൻ. പൊടികളെ നമുക്ക് ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ മൈദയും മുട്ടയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ച ഈത്തപ്പഴമൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈത്തപ്പഴം താന്നു പോകാണ്ടിരിക്കാൻ ഞാൻ അതിലേക്ക് കുറച്ച് മൈദനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കണം. അതിന് ഞാനിതാ ഒരു ബട്ടർ പേപ്പറൊക്കെ അതിൻ്റെ അടിയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയൊക്കെ ഒന്നിട്ട് തൂവി എടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി നമുക്ക് കേക്ക് ബാറ്റർ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മേലെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ കേക്കിന് വേവിക്കുന്നത് ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ. അതിന് ഞാനിതാ അടി കട്ടിയുള്ള ഒരു വട്ട എടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് വട്ട ഞാനിതാ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റിങ്ങിന് മേലെ നമുക്ക് കേക്ക് ടിന്നെ ഇറക്കി വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കുക. ഇനി എയർ പോവാതിരിക്കാൻ ഞാനിതാ അതിന് മേലെ ഒരു കുത്തുകല്ല് കയറ്റി വെക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് വന്ന് നല്ല മണം വരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ ആയതിനു ശേഷം ഞാനിതാ തുറന്ന് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വെന്തോന്നൊന്ന് കുത്തി നോക്കാം കേട്ടോ. ഒട്ടിപ്പിടിക്കുകയാണെന്ന് വെച്ചാൽ അത് വെന്തുണ്ടാവില്ല. അങ്ങനെ എൻ്റെ കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കേക്കിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി കേക്ക് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം കേക്കൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റാണെന്ന്. ഇത് ശരിക്കും നാളേക്കാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണേ. അടുത്തൊരു വീഡിയോ ഞാൻ ഇവരെല്ലാ കൂട്ടുകാർക്കും ബൈ.